ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 7, സമയം ഏകദേശം 9:18 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ട്രേഡ് ഞാനിവിടെ എടുക്കാൻ നോക്കുന്നത് പുട്ട് ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ 140 ക്വാണ്ടിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിരിക്കുന്ന സെയിം ക്വാണ്ടിറ്റി തന്നെ. അത് ഞാൻ ട്രേഡ് എടുക്കാം. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർഡർ കൊടുത്തിട്ടുണ്ട്, ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് 140 ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓപ്ഷൻ ട്രേഡിങ് F&O ഒക്കെ വളരെ റിസ്ക്കിയാണ്. കറക്റ്റായിട്ട് നോളജ് ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഫ്യൂച്ചർ ഓപ്ഷൻസ് വളരെ റിസ്ക്കിയാണ്. കറക്റ്റായിട്ട് നോളജ്, കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് നേടിയെടുത്തതിന് മാത്രം വലിയ റിസ്ക്കുകളൊക്കെ എടുത്ത് ട്രേഡുകൾ കൺസിഡർ ചെയ്യുക. ഓക്കെ. ആൻഡ് ഒന്നാമത്തെ റീസൺ, ഇപ്പം ഞാൻ ഓൾറെഡി മോർണിംഗിൽ തന്നെ ഞാനൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വേണ്ടിയാണ് നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ അറിയാം, ഒരു നെഗറ്റീവ് ന്യൂസൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ്, ടാരിഫ് ഇഷ്യൂ ഒക്കെ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. അതിന് കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, നമുക്കിവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് രാവിലെ തന്നെ കഴിഞ്ഞ ദിവസത്തിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് അവിടെ നിന്ന് ഒരു ഗ്രീൻ കാൻഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്കിപ്പം നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നോർമലി സെല്ലേഴ്സ് ആയിരിക്കും മാർക്കറ്റിൽ കൂടുതൽ വരിക. ബയേഴ്സിന് ബൈ ചെയ്യാൻ കുറച്ച് പേടിയുണ്ടാവും. റൈറ്റ്. അപ്പം മോർണിംഗിൽ തന്നെ ഈ ഒരു ക്യാൻഡിൽ ആ ഒരു സപ്പോർട്ട് ലെവൽ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് നോർമലി ബൈ ചെയ്യാൻ കുറച്ച് റീറ്റെയിൽ ട്രേഡേഴ്സ് ഒക്കെ മേ ബി വരാം അല്ലേ. പക്ഷെ നോർമലി നമ്മൾ ആസ് പെർ സൈക്കോളജി നോക്കുന്ന സമയത്ത് ബയേഴ്സ് ബൈ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓൾറെഡി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ സെല്ലേഴ്സിന് ആണ് കൂടുതലും പ്രൈസ് മുകളിലോട്ട് വരുന്ന സമയത്ത് സെല്ലേഴ്സ് ആണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ പൊസിഷൻസ് എടുക്കുക. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഒരു ട്രേഡ് ഞാൻ അവിടെ കൺസിഡർ ചെയ്തത്. ആൻഡ് ഓൾസോ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിംഗ് ലോ പോയിന്റിൽ റെസിസ്റ്റൻസ് എടുത്ത് കൂടിയ സമയത്താണ്. റൈറ്റ്, ഏകദേശം ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് ചെറിയ റിജക്ഷൻസ് ഒക്കെ വന്ന സമയത്താണ് ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്തത്, ഈ ഒരു സിംഗ് ലോ. കാരണം ഇന്നത്തെ ഒരു നെഗറ്റീവ് സെൻറ്റിമെന്റിൽ അതാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ. സോ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലിൽ തന്നെ ഡെഫിനറ്റ്ലി സെല്ലേഴ്സ് വരാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെയാണ് ട്രേഡ് എടുത്തിരുന്നത്. സോ ചെറിയൊരു പ്രോഫിറ്റ്, ചെറിയൊരു ലോസ് എന്ന റണ്ണിങ്ങിലാണ്. സോ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ ഒരു ജസ്റ്റ് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് വ്യൂ റോങ് ആവും. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലോസിംഗ് പ്രൈസിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ വ്യൂ റോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. മാക്സിമം ഒരു പ്രീമിയത്തിൽ 60 ബിറ്റ്വീൻ 60 to 100 പോയിന്റ്. ടാർഗറ്റ് ഞാൻ ഈ ഒരു ഡേയിലോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ആ ലെവൽ എന്തായാലും ബയേഴ്സ് വീക്ക് ആയിരിക്കും, ആരും ബൈ ചെയ്യാനുള്ള സാധ്യതയില്ല. ഡെഫിനറ്റ്ലി അത് ബ്രേക്ക് ഡൗൺ ചെയ്യും, ഷുവറാണ്, ഒരു വീക്ക്നെസ് വരുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ നോക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഈ ഒരു ലൈവ് ട്രേഡ് വീഡിയോ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. എങ്ങനെയാണ് ട്രേഡുകൾ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രേഡ് വെയിറ്റ് ചെയ്ത് വലിയ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യുന്നത്, ടാർഗറ്റ് ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് എൻ്റെ ഒരു മോട്ടീവ്. അല്ലാതെ എൻ്റെ കയ്യിൽ സീക്രട്ട് സെറ്റപ്പ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 100% സെറ്റപ്പ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് എങ്ങനെ ട്രേഡ് മാനേജ് ചെയ്യാം, ഇത് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചത്. ഓക്കെ, ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. സോ എനിവേ വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി, അങ്ങനെ വലിയൊരു മൊമെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ബ്രേക്ക് ഡൗൺ ചെയ്താലേ നമുക്ക് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ചെറിയ ആ ഒരു സ്ട്രക്ചർ ഫോർമേഷനൊക്കെ വരുന്നുണ്ട്. സോ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതൽ. നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയും ചെറിയ വീക്ക്നെസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ പൊസിഷൻ നോക്കുവാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ഒരു 20 പോയിന്റ് അടുത്തൊക്കെ ബ്രേക്ക് ഡൗൺ വരണം. യെസ്, ഒരു ക്യാൻഡിലൊക്കെ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. യെസ്, ഡേലോ ബാങ്ക് നിഫ്റ്റി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോസ് കൊണ്ട് ഞാൻ മോട്ടീവ് ചെയ്യുന്നത് എങ്ങനെ ട്രേഡുകൾ മാനേജ് ചെയ്യാം, എങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഒരു ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാം, എങ്ങനെ മാർക്കറ്റിൻ്റെ സൈക്കോളജി മനസ്സിലാക്കാം, ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഇപ്പം ഞാൻ ചാർട്ടുകൾ, ഇപ്പം പല ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ചാർട്ടുകൾ മാത്രമാണ് നോക്കുന്നത്, പ്രൈസ് ആക്ഷൻ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യാറുണ്ട്.
പക്ഷെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട്, നേക്കഡ് ചാർട്ട് നോക്കിയിട്ടാണ് എനിക്ക് കൂടുതലും മാർക്കറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്. അതുകൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ട് പോലെയാണ്. അത് എൻ്റെ വ്യൂവിനെ ഒന്നുകൂടി കോൺഫിഡൻറ്റ് തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വരുന്ന സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും അതിനെപ്പറ്റി ഡീറ്റെയിൽ. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോസിൽ നമുക്ക് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ ഈ ഒരു മാർക്കറ്റ് ഏകദേശം ഒരു 8 വർഷത്തോളമായി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വീഡിയോസിൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ഉണ്ടാകും. റൈറ്റ്, ഡെഫിനറ്റ്ലി എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ട് പ്രോഫിറ്റോട്ട് വന്നു. അപ്പോൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇപ്പം ഞാനിപ്പം ചാർട്ടിൽ സ്ക്രീനിൽ കാണാം, ഞാനിവിടെ ക്യാൻഡിൽ സ്റ്റിക്ക്, അതായത് പ്രീമിയം ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡും അതുപോലെ ഫ്ലക്ച്വേഷൻ ചെയ്യും. ഓപ്ഷൻ പ്രീമിയം നമുക്കറിയാം വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഫ്ലക്ച്വേഷൻ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ശരി, നിങ്ങൾ ഇപ്പോൾ ഒരു 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ശരി, ആ ഒരു P&L ഫ്ലക്ച്വേഷൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡും ഫ്ലക്ച്വേഷൻ ചെയ്യും. ചില സമയങ്ങളിൽ നമ്മുടെ ബ്രെയിൻ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാതെ വരും. അപ്പം നമുക്ക് പേടി, ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യും. നമ്മുടെ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യും, പേടി വരും. മാർക്കറ്റ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ തരാൻ തുടങ്ങുന്നുണ്ട് അല്ലെ, ഒരു പ്രീമിയം. ഇപ്പം അത് വാച്ച് ചെയ്തുകൊണ്ട് സമയത്ത് നമ്മുടെ ബ്രെയിൻ പറയും ഇപ്പം ബുക്ക് ചെയ്തോ, ഇപ്പം അവിടെ നിന്ന് റിവേഴ്സിൽ വരും എന്നുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. പേടികൾ വരും, ഇമോഷൻസ് വരും, ഗ്രീഡ് വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ്, എനിക്കറിയില്ല നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഇഷ്യൂസ്, നിങ്ങളുടെ ട്രിഗേഴ്സ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതും അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം എങ്ങനെ എനിക്ക് ആ ഒരു ട്രിഗർ മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളത്. റൈറ്റ്, എനിക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് പ്രോഫിറ്റിലോട്ട് കുറച്ച് പ്രോഫിറ്റ് വരുന്ന സമയത്ത് എനിക്ക് പേടി ആണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അത് എഴുതി വെച്ചിരിക്കുക, എനിക്ക് അങ്ങനെ പേടി ഉണ്ടെന്നുള്ളത്. പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക എങ്ങനെ എനിക്കത് മാറ്റാൻ വേണ്ടി പറ്റും. അതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ P&L നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചാർട്ടുകൾ നോക്കാം. ഒന്ന്, പിന്നെ അതുപോലുള്ള പല ട്രിഗേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ട്രിഗേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് വളരെയധികം ആലോചിച്ച് അതിനുള്ള സൊല്യൂഷൻ എടുത്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു പ്രോഫിറ്റബിൾ സ്റ്റേജിലോട്ട് എത്തിയത്. അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഞാനിപ്പം വലിയ ട്രേഡർ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഓക്കെ, ഒരുപാട് നമ്മളെക്കാളും വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു ചെറിയ ട്രേഡറാണ്, ബട്ട് സ്റ്റിൽ പ്രോഫിറ്റബിൾ ട്രേഡറാണ്. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ട്രിഗേഴ്സ്, എനിക്ക് ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ആലോചിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പം പ്രോഫിറ്റിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ഡ്രോ ചെയ്ത ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ നടത്തുന്നുണ്ട്. സോ ബ്രേക്ക് ഡൗൺ ചെയ്യട്ടെ, ഡെഫിനറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്യും. കാരണം സപ്പോർട്ട് ലെവൽ എന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്യണം അല്ലേ. ബൈ ഇവിടെ നിന്ന് ആരെങ്കിലും ചെയ്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. ചെയ്യില്ല. കാരണം എന്താണ്, ഓൾറെഡി മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഉള്ള മാർക്കറ്റിൽ സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൈ ചെയ്യാനുള്ള ആൾക്കാർക്ക് പേടിയുണ്ടാവും. അവർ വിചാരിക്കും ഇത് ബൈ ചെയ്യണ്ട എന്നുള്ളത്. അപ്പം ആരും ബൈ ചെയ്യുന്നതിൽ മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും, സെല്ലേഴ്സ് ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കാം. പിന്നെ ഇന്നത്തെ മാർക്കറ്റ് അങ്ങനെ വലിയൊരു പ്രീമിയത്തിലൊരു മൊമെൻ്റ് ഒന്നുമില്ല, മീഡിയം ലോ വോളറ്റൈലാണ് മാർക്കറ്റ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. എനിവേ, ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത്യാവശ്യം എൻ്റെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എൻട്രി ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് റിജക്ഷൻ വന്ന സമയത്താണ് എൻട്രി എടുത്തിരുന്നത്. സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ദെൻ ഫൈനലി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ നടത്തി, പിന്നീട് റീടെസ്റ്റ് നടത്തി, വീണ്ടും ഡൗൺ സൈഡിൽ വന്നു. ഞാൻ വളരെ ഡിസിപ്ലിനോടുകൂടി പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നു. ആ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ സ്റ്റഡി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. റൈറ്റ്, ഫൈനലി ആ ഒരു സപ്പോർട്ട് ലെവൽ എക്സാക്ട്ലി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തി, റീടെസ്റ്റ് നടത്തി, വീണ്ടും ഡൗൺ സൈഡ്. ഓക്കെ, അപ്പം ഇനഫ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. നല്ലൊരു റെഡ് ക്യാൻഡിലാണ് ഫോർമേഷൻ നടക്കുന്നത്. ഫ്യൂ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനെപ്പോഴും ആ ഒരു റിസ്ക് റിവാർഡ് 1:1 ആണ് ഞാൻ എപ്പോഴും മിനിമം കീപ്പ് ചെയ്യാറ്.
അതായത് ഒരു 60 to 100 പോയിന്റിലെ ബിറ്റ്വീൻ. ഓക്കെ, അത് ചില സമയങ്ങളിൽ മാറും, ചില സമയങ്ങളിൽ മാർക്കറ്റ് നല്ല പ്രോഫിറ്റുകൾ തരും. ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫ്രൈഡേ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 240 പോയിന്റ് 170 പോയിന്റ് എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഹൈലി റിസ്ക് റിവാർഡ് തരും. അപ്പോൾ നമുക്ക് എല്ലാ ദിവസങ്ങളിലും വലിയ റിസ്ക് റിവാർഡ്, ഇപ്പം പല ആൾക്കാരും പറയുന്ന പോലെ ഇപ്പം SMC സ്മാർട്ട് മണിക്ക് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1:3 1:5 എല്ലാ ദിവസവും ബുക്ക് ചെയ്യാം. അത് നടക്കില്ല, നമുക്ക് അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകളായിരിക്കും ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഏറ്റവും എല്ലാ ദിവസങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കുന്നത്, ബിറ്റ്വീൻ 60 to 100 പോയിന്റ്. അതാണ് ഞാൻ എപ്പോഴും എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പ്രോഫിറ്റിലാണ് അത്യാവശ്യം ഏകദേശം ഒരു 90 പോയിന്റിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. ചെയ്യാം. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് വേറൊരു ഇമോഷൻസ് വരുന്നത്, ഗ്രീഡ് അല്ലെ, അത്യാഗ്രഹം വരാനുള്ള സാധ്യതയുണ്ട്. അത് വരുന്നതിന് മുൻപ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് വാച്ച് ചെയ്യുന്നത്. നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഫ്യൂ ഡൗൺ സൈഡ് മൂവ്മെന്റ് കൂടി വരുവാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 93-95 പോയിന്റ് ബാങ്ക് നിഫ്റ്റി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡ് ആയിരുന്നു. അങ്ങനെ വലിയ ടെൻഷനൊന്നും മാർക്കറ്റ് തന്നില്ല. എടുത്ത ഉടനെ തന്നെ ആ ഒരു ഡയറക്ഷനിലോട്ടാണ് മാർക്കറ്റ് മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഇനി വേറൊരു ട്രേഡ് ഇല്ല, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം. സോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ, താങ്ക് യു.